So as she told, it was a privilege for me to be part of Lucifer, and I'm reprising the same role in Empuran, and I got to work with amazing actors, amazing technicians, amazing director, and who all are amazing human beings too. And for me, working with Raju Etan was always very easy because he himself is an actor and he knows how to handle an actor, how to get the best from an actor. So that makes our work much easier. He is a director with whom I would love to work again and again because half the work is done if I'm on the set. And I got to share screen space with Abhimanyu sir, Manju Chechi, and Laletan also in this movie, and I'll cherish those moments forever. And I really hope this movie will do wonders for Malayalam industry too, and it will definitely go places and create history and make and open many more doors for Malayalam industry in the future. Thank you so much. ഇനി മലയാളികൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. ആദ്യം ആങ്കർ കന്നഡയിൽ സംസാരിക്കുമ്പോൾ സർപ്രൈസിംഗ്ലി ഞങ്ങൾക്ക് കന്നഡ മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മളുടെ ലാംഗ്വേജ് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസൊക്കെ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിൽ ഇന്ത്യൻ ലാംഗ്വേജസിൽ പലതിലും നമുക്ക് കോമൺ വാക്കുകളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഫ്രം കോൺടാക്ട്സ് നമുക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കേട്ടില്ല. അതെ അതെ അതെ. ഇപ്പം എമ്പുരാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ആ ലൂസിഫറിലെ ഡയലോഗ് എവിടെയെങ്കിലും പോയി പറയാൻ പറ്റുമോ ചേട്ടാ? ഇനി അത് ഇതിലേ പറയാം. അതെ 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 ഇതിലേ പറയാം. അപ്പോൾ ഒരുപാട് സന്തോഷം. കുറേ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാവുക എന്ന് പറയുന്നത് എന്നെപ്പോലൊരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എക്സൈറ്റിങ്ങും വളരെ സന്തോഷം നൽകുന്നതും. ഒപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ അത്രയൊന്നും വലുതല്ലാത്ത ആ റോള് തന്നിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഞാൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള പല സിനിമകളിൽ നിന്ന് പോലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്രയും സ്നേഹിക്കപ്പെട്ട ഒരു സിനിമയാണ് ലൂസിഫർ. അതിനേക്കാൾ സ്നേഹിക്കപ്പെടുന്ന ഒരു സിനിമയായിട്ട് എമ്പുരാൻ മാറട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഒപ്പം ഇതിൽ ഈ കഥാപാത്രം ഈ രണ്ട് സിനിമകളിലും എന്നെ വിശ്വസിച്ചേൽപ്പിച്ച രാജുവേട്ടനോടുള്ള നന്ദി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുരളിച്ചേട്ടനോടും ഉള്ള നന്ദിയും സ്നേഹവും ഇതിനോടകം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.